ആർക്കറിയാം, രാമചന്ദ്രന്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇട്ടുമൂടാനുള്ള സ്വത്തുമായി ആയിരിക്കും നടക്കുന്നതെന്ന്. ഇതിപ്പോ വേലക്കാരിയാണെന്ന് പോലും. ഇരുവരിലും പുച്ഛം മാത്രം ബാക്കിയായി. വീട്ടിലെത്തിയ ഗൗരിയെ കാത്ത് ഉമ്മറത്ത് തന്നെ ഉണ്ട് സിദ്ധു. ഞാൻ വിചാരിച്ചു വരില്ല എന്ന് അവൻ കളിയാക്കി പറഞ്ഞു. ആണോ? എന്നാലേ ഞാനും വരുന്നില്ല എന്ന് വെച്ച് തന്നെയായിരുന്നു. പിന്നെ തോന്നി ആ പാവമല്ലേ പോവാന്ന്. അയ്യടി. അകത്തേക്ക് കയറിയ അവളുടെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥും അവൾക്ക് പിന്നാലെ പോയി. കിച്ചണിലെത്തിയതും ഗൗരി ചോദിച്ചു, എന്താ കഴിക്കാൻ വേണ്ടത്? അവൻ്റെ താടി അവളുടെ കഴുത്തിലോട് ഉരസി ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, എന്തും തരുമോ? ഏ പറ. ആ കഴിക്കാൻ എന്തും ഉണ്ടാക്കി തരും, ബാക്കിയെല്ലാം പിന്നെ. പോ അവിടുന്ന്. അതും പറഞ്ഞുകൊണ്ട് നാണത്തോടെ അവൾ സിദ്ധാർത്ഥിനെ തള്ളി മാറ്റി. ഓ ആയിക്കോട്ടെ. അല്പനേരത്തെ കളിത്തമാശയ്ക്കൊടുവിൽ ഗൗരി പാചകം ചെയ്യാൻ തുടങ്ങി. സിദ്ധാർത്ഥ് അവിടെ കിച്ചണിൽ അവളെ നോക്കി ചുമരിനോട് ചാരിയിരിപ്പുണ്ട്. പിന്നെന്തൊക്കെ കോളേജിൽ നടന്നു? വല്ല പൂവാലന്മാരും? ആ പറയാൻ വിട്ടു ഇന്ന്. അത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവൾക്ക് സിദ്ധാർത്ഥിൻ്റെ ദേഷ്യത്തെപ്പറ്റി ഓർമ്മ വന്നത്. അവൾ ആ സംസാരം അവിടെ നിർത്തി. എന്താ പറയാൻ വന്നത്? ഏയ് ഒന്നുമില്ല. പറ ഗൗരി, എന്താ? ഏയ് അയ്യോ, വെളിച്ചെണ്ണ ഒഴിച്ചില്ല. അവൾ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നോണം വിഷയം മാറ്റി. ശരി, നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. കയ്യിലെ ഫോൺ കറക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. നിങ്ങൾ എന്തു ചെയ്യാൻ പോകുക? വിളിക്കാൻ? ആരെ? അതൊക്കെ ഉണ്ട്, വേണ്ട. എങ്കിൽ പറ, എന്തായിരുന്നു ഇന്ന് സംഭവിച്ചത്? ആ അശോക് അവനെ കണ്ടിരുന്നു. അവൻ്റെ പേരൻസും ഉണ്ടായിരുന്നു കൂടെ. അത് പറഞ്ഞു തീരും മുന്നേ കോളിംഗ് ബെല്ല് മുഴങ്ങി. സിദ്ധാർത്ഥ് ഫോണിലൂടെ കാമോൺ ചെയ്ത് ആരാണെന്ന് നോക്കി. രണ്ട് പ്രായം ചെന്ന ആളുകളായിരുന്നു അത്. VIP ആണെന്ന് തോന്നുന്നു. എങ്കിലും സിദ്ധാർത്ഥിന് ആളെ മനസ്സിലായില്ല. അപ്പോഴാണ് കാർ ഓരം പാർക്ക് ചെയ്തുകൊണ്ട് അശോക് അവർക്കരികിലേക്ക് വന്നത്. ഓഹോ, ഇവനായിരുന്നോ? സിദ്ധാർത്ഥ് ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ പ്രസ് ചെയ്തു. അവരകത്തേക്ക് വന്നു. സിദ്ധാർത്ഥാണ് അവരെ സ്വീകരിച്ചത്. ഹേയ് മിസ്റ്റർ സിദ്ധാർത്ഥ് വർമ്മ, ഞാൻ അശോക്. അറിയാം, വരൂ ഇരിക്കെ. സിദ്ധാർത്ഥ് അവരെ നിറച്ചിരിയോടെ തന്നെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. ഉള്ളിലെ ദേഷ്യവും അശോകിനോടുള്ള വെറുപ്പും പുറത്തു കാണിക്കാതെ സിദ്ധാർത്ഥ് പിടിച്ചു നിർത്തി. എന്താ അശോക് ഈ വഴി? അത് പിന്നെ. സിദ്ധാർത്ഥ് പുരികമുയർത്തി സംശയത്തിൽ നോക്കി. എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനാണോ? ഏയ് അല്ല, പിന്നെ. അവൻ അച്ഛനെയും അമ്മയെയും നോക്കി. അവരാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ വീട് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. പറ അശോക്, എന്താ കാര്യം? അച്ഛാ. അശോക് അച്ഛനെ വിളിച്ചു. ആ മോനെ. സിദ്ധാർത്ഥ് മോനെ, ഇവിടെ ഒരു ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടിയില്ലേ? ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടിയോ? സിദ്ധാർത്ഥ് വ്യക്തമായി അറിയാനായി തിരക്കി. അതെ, ആ ഗൗരി അല്ലേടാ മോനെ? അതെ അച്ഛാ. ആ ആ കുട്ടിയെ പെണ്ണ് ചോദിക്കാൻ. ഓ അങ്ങനെ, സിദ്ധാർത്ഥ് ചിരിയോടെ പറഞ്ഞു. ആ കുട്ടിയെ നിങ്ങളെ പോലെ ഒരു പണക്കാരുടെ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവരാൻ നിങ്ങൾക്കെന്താ എത്ര താല്പര്യം? എന്ത് താല്പര്യം? ഇവനാ ഒറ്റക്കാലിൽ നിൽക്കുന്നത്, അമ്മ പറഞ്ഞു. അമ്മേ? അശോക് വിളിച്ചു. എന്തിനാ വിളിക്കുന്നത്? ഞാൻ കാര്യമാ പറഞ്ഞത്. എന്ത് കണ്ടിട്ടാ എന്ന് എനിക്കറിയില്ല. കുറച്ച് തൊലി വെളുപ്പുണ്ട്. വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ കെട്ടിയാൽ എന്ത് കിട്ടാനാ, അല്ലേ മോനെ? ശരിയാ, വീട്ടു ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ കെട്ടിയിട്ട് എന്ത് കിട്ടാനാ അശോക്? ഗൗരി, ഇവർക്ക് കുടിക്കാൻ എന്തേലും എടുക്ക്. അവൻ പറഞ്ഞു തീരേണ്ട താമസം ഗൗരി അവർക്കുള്ള കൂൾ ഡ്രിങ്ക്സുമായി വന്നു. അവളെ കണ്ടതും അശോകിൻ്റെ മുഖം സന്തോഷത്തിൽ വിടർന്നു. അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രണയം സത്യമാണെന്ന്. ഇനിയും അത് പ്രൂവ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഇങ്ങനെ ഒരു അടുക്കള പണിക്കാരിയായി ജീവിക്കേണ്ട ഒരാളല്ല. അശോക് അവളെ ചേർത്ത് പിടിക്കാൻ ആഞ്ഞുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നതും സിദ്ധാർത്ഥ് അവളെ അവൻ ഇരിക്കുന്നിടത്തേക്ക് വലിച്ചിരുത്തി. ക്ലാസ് കഴിഞ്ഞ് വന്നത് മുതൽ ജോലിയല്ലേ, ഒന്നിരിക്കെ. അവൻ്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു. അശോകിനത് വല്ലാത്ത അടി തന്നെയായിരുന്നു. നിങ്ങൾ വന്ന കാര്യം ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, അല്ലേ ഗൗരി? സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു. അവളൊന്നും മനസ്സിലാവാതെ സിദ്ധാർത്ഥിനെ നോക്കി. മനസ്സിലായില്ലേ നിനക്ക്? വിവാഹാലോചനയുമായി വന്നവരാണ്. ഇനി നിന്റെ തീരുമാനം കൂടി പറ. അവൾ പറയാൻ തുടങ്ങും മുമ്പേ സിദ്ധാർത്ഥ് സംസാരിച്ചെങ്കിൽ തുടങ്ങി. അല്ലെങ്കിൽ വേണ്ട, ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ വെച്ച് ഇവൾ മറുപടി പറയും. അപ്പോൾ നിങ്ങളും ആ പാർട്ടിക്ക് വരണം. പാർട്ടിയോ? എന്ത് പാർട്ടിയാ സിദ്ധാർത്ഥ്? അശോകിൻ്റെ അമ്മ ചോദിച്ചു. അതൊരു ചെറിയ ബിസിനസ് പാർട്ടിയാണ്. ഗൗരിയുടെ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്തുവകളെല്ലാം അവൾ തിരിച്ചു നേടിക്കൊടുത്തതിൻ്റെ ഒരു ചെറിയ പാർട്ടി. നിങ്ങൾക്കെന്തായാലും വരണം. അവിടെ വെച്ച് ഗൗരി മറുപടി പറയും, അല്ലേ ഗൗരി? അവൾ തലയാട്ടി സമ്മതമെന്ന് പറഞ്ഞു.
അത് കേട്ടതും അശോകിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുകൾ അന്തം വിട്ടുപോയി. കോടികളുടെ സ്വത്തോ? അതെ, ബാക്കിയെല്ലാം പാർട്ടിയിൽ സംസാരിക്കാം. ഇൻവിറ്റേഷൻ കാർഡ് സെക്യൂരിറ്റി തരും. എന്നാൽ നിങ്ങൾ 3 പേരും ചെല്ല്. ഞങ്ങൾക്ക് പാർട്ടിക്കുള്ള ഒരുക്കങ്ങൾ നടത്താനുള്ളതാണ്. അവരെ ഇറക്കി വിടുന്നത് പോലെ സിദ്ധാർത്ഥ് പറഞ്ഞു. അശോകൻ്റെ അമ്മയ്ക്കും അച്ഛനും അത് വലിയ കാര്യമായി തോന്നിയില്ല. തന്നെ അപമാനിച്ചിറക്കുകയാണെന്ന് അശോകന് മനസ്സിലായിരുന്നു. എന്തായാലും പാർട്ടിയിൽ വെച്ച് അവളുടെ സമ്മതം എങ്ങനെയെങ്കിലും വാങ്ങണം. അതുമാത്രമായിരുന്നു അശോകൻ്റെ മനസ്സിൽ. അവർ ഇറങ്ങിയതും സിദ്ധാർത്ഥ് അവളെ അവന് നേരെ തിരിച്ചിരുത്തി. അല്ല, പാർട്ടിയിൽ എൻ്റെ ഭാര്യ കൊടുക്കാൻ പോകുന്ന മറുപടി എന്താണാവോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തി നിന്നു. അവളുടെ മുഖം കൈക്കൊമ്പിളിലേന്തിക്കൊണ്ട് സിദ്ധാർത്ഥ് അവന് നേരെ ഉയർത്തി. അവളുടെ കണ്ണുകൾ ചുവന്ന കണ്ണുനീർ തടം കെട്ടി നിന്നിരുന്നു. താൻ കരയുവാണോ? അവൾ ഒരു ഏങ്ങലോടെ അവൻ്റെ നെഞ്ചോട് ചേർന്നു. മതി സിദ്ധാർത്ഥ്, മതി. ഇനിയും എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇനിയെങ്കിലും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞൂടെ ഞാൻ നിങ്ങളുടെ... അത്രയും പറഞ്ഞ് ബാക്കി ഭാഗം എന്തു പൂരിപ്പിക്കണമെന്നറിയാതെ അവൾ നിർത്തി. പറ, നീ എൻ്റെ... അവൾ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നു. നിങ്ങൾക്ക് ഞാൻ ആരാണ്? അത് നിങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയണം. എന്താ പറയണ്ടേ? എനിക്കറിയില്ല. ഇന്നിതിനെല്ലാം ഒരു അവസാനം നമ്മൾ ഉണ്ടാക്കും. നീ എൻ്റെ ആണെന്ന് ഞാൻ ഈ ലോകത്തോട് തന്നെ വിളിച്ചു പറയും. അല്പം കഴിഞ്ഞ് രാവിലെ സിദ്ധാർത്ഥ് ചീത്ത പറഞ്ഞ ആ പയ്യൻ വീണ്ടും വന്നിട്ടുണ്ട്. ഗൗരിയാണ് അവന് വാതിൽ തുറന്നു കൊടുത്തത്. മാഡം, ഇത് സാർ തരാൻ പറഞ്ഞതാണ്. ഒരു ബഹുമാനത്തോടെ ആ പയ്യൻ പറഞ്ഞു. അവൾ അവന് നന്ദി പറഞ്ഞ് വാതിലടച്ചു. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബോക്സ് ആയിരുന്നു അത്. ഗൗരി ആ ബോക്സ് ടേബിളിലേക്ക് വെച്ചു. അപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി സിദ്ധാർത്ഥ് താഴേക്ക് വരുന്നുണ്ടായിരുന്നത്. സിദ്ധാർത്ഥ നേരെ ആ ബോക്സിനടുത്തേക്കാണ് വന്നത്. ചുറ്റും ഒന്ന് വീക്ഷിച്ചു. സിദ്ധാർത്ഥ്, ഇതെന്താ? തുറന്നു നോക്ക്. അവൻ്റെ വാക്ക് കേൾക്കേണ്ട താമസം അവൾ ആ പെട്ടി തുറന്നു. അതിൽ ബ്ലാക്ക് നിറത്തിൽ ഒരു വെൽവെറ്റ് ഗൗണാണ് ഉണ്ടായിരുന്നത്. സ്ലീവ്ലെസ് ഗൗൺ. അതിൻ്റെ നെക്ക് ഭാഗത്ത് ഡയമണ്ടിൻ്റെ കുറച്ച് ക്രിസ്റ്റൽ പതിപ്പിച്ചിരുന്നു. അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകൾ വാവ് എന്ന് മന്ത്രിച്ചു. ഇഷ്ടായോ? സ്നേഹത്തോടെ അവൻ ചോദിച്ചു. നല്ല ഭംഗിയുണ്ട്. അവൾ അതിൽ തൊട്ടും തലോടിയും അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്കുള്ളതാണ്. എനിക്കോ? അതെ. ഇന്നത്തെ പാർട്ടിയിൽ എൻ്റെ കാമുകി വേണം തിളങ്ങി നിൽക്കാൻ. അവളോട് ആ വസ്ത്രം ധരിച്ചു വരാൻ സിദ്ധാർത്ഥ് ആവശ്യപ്പെട്ടു. ഇപ്പോഴോ? ഒരു ട്രയൽ പോലെ അവളെ വസ്ത്രം ധരിച്ച് വന്നു. മുട്ടിനൊരൽപ്പം മുകൾ ഭാഗം മുതൽ അടിവരെ ഓപ്പണായിരുന്നു. പുറം മുഴുവനായും കാണുന്നത് പോലെ. സത്യത്തിൽ ആ വേഷം അവൾക്കിഷ്ടമായിരുന്നില്ല. അവൾ ആ വസ്ത്രം ഇട്ടു വന്നതും സിദ്ധാർത്ഥ് അവളെ അമ്പരപ്പോടെ നോക്കി നിന്നു. എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ്? അവൻ കൈകൾ കൊണ്ട് അടിപൊളി എന്ന് കാണിച്ചുകൊണ്ട് അവളെ തന്നെ ഇമ വിട്ടാതെ നോക്കി നിന്നു. അന്ന് പാർട്ടിയിൽ കാറിൽ നിന്നിറങ്ങിയത് മുതൽ അവൾ അസ്വസ്ഥതയാണ്. ഗൗരി, എന്തു പറ്റി? ഓക്കെ അല്ലേ? അവൾ ഒരു വിളറിയ ചിരിയോടെ ഓക്കെ ആണെന്ന് പറഞ്ഞു. പാർട്ടി ഹാളിലേക്ക് എത്തിയതും അവൾ അവനോട് പതിയെ പറഞ്ഞു. സിദ്ധാർത്ഥ്, എനിക്കെന്തോ പോലെ. എന്തു പറ്റി? എൻ്റെ ബാക്കി ഭാഗം വല്ലാതെ ഓപ്പണാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥും അത് ശ്രദ്ധിച്ചത്. ഇതെന്താ ഇത്ര ഓപ്പൺ? നിങ്ങൾ ചെയ്യിപ്പിച്ചതല്ലേ? ഇത്ര ഓപ്പൺ ഞാൻ പറഞ്ഞിട്ടില്ല. സാരമില്ല, നല്ല ഭംഗിയുണ്ട്. അവൻ അവളെ നോക്കി പറഞ്ഞു. എന്തെന്നാലും അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ ഓക്കെ ആയില്ലേ? എന്തിനും പരിഹാരമുണ്ടടോ. എൻ്റെ കൂടെ ദാ ഇങ്ങനെ വന്നാൽ മാത്രം മതി. അവൻ ചിരിയോട് അവളെയും ചേർത്ത് നടന്നു. അവരിരുവരും അങ്ങോട്ടേക്ക് നടന്നെടുക്കുമ്പോൾ ആളുകളെല്ലാം അവരെ ഇമ വെട്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു. അവർ കാണാൻ അത്രയും ഭംഗിയായിരുന്നു. സിദ്ധാർത്ഥിന് അവൻ്റെ ഒരുപാട് ക്ലയൻസിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനെല്ലാം അവൻ ഗൗരിയെയും ചേർത്ത് പിടിച്ചു നടന്നു. അല്പം കഴിഞ്ഞ് സിദ്ധാർത്ഥിൻ്റെ ഫോൺ റിങ് ചെയ്തു. ആദ്യം അവൻ സൈലൻ്റ് ആക്കിയെങ്കിലും വീണ്ടും വീണ്ടും കാൾ വന്നുകൊണ്ടിരുന്നു. അവൻ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? അവൻ ചോദിച്ചെങ്കിലും മറുതലയ്ക്കിൽ നിന്നും മറുപടി ഉണ്ടായിരുന്നില്ല. കോൾ കട്ടായി. വീണ്ടും ഇത് ആവർത്തിച്ചു. 3 തവണ മറുതലയ്ക്കിൽ നിന്ന് റെസ്പോണ്ട് ചെയ്ത് ഇല്ലാത്തതുകൊണ്ട് അവൻ മൈൻഡ് ചെയ്തില്ല. വീണ്ടും കോൾ വന്നതും അവന് ദേഷ്യം വന്നു. ഹലോ, ആരാ? എന്തു വേണം? അവൻ കോപത്തോടെ ചോദിച്ചു. മറുതലയ്ക്കിൽ നിന്ന് ഒരു പെൺസ്വരം. സിദ്ധാർത്ഥ്, ഞാനാണ്. അവൻ്റെ കാതുകൾക്ക് വിശ്വസിക്കാനായില്ല. അവൻ മിണ്ടാതെ നിന്നു. മറന്നോ? മറുതലയ്ക്കിൽ നിന്നും ഒരു പെൺസ്വരമായിരുന്നു. സിദ്ധാർത്ഥ്, ഞാനാണ്. അവൻ്റെ കാതുകൾക്ക് വിശ്വസിക്കാനായില്ല. അവനിൽ നിന്നും ഒരു പ്രതികരണവുമില്ലെന്ന് മനസ്സിലായതും അവൾ വീണ്ടും തുടർന്നു. എന്നെ മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മനസ്സിലായിട്ടും അറിയാത്തതുപോലെ നടിക്കുവാണോ? മറുതലയ്ക്കൽ സിദ്ധാർത്ഥിൻ്റെ ഫോൺ കട്ടായ സൗണ്ടായിരുന്നു അവൾ പിന്നീട് കേട്ടത്.
അനന്യ കോപത്തോടെ ഫോൺ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൾ കരികിലിരിക്കുന്ന രാധികയെ നോക്കി. എന്താ മോളെ, എന്താ അവൻ പറഞ്ഞേ? ഒന്നും മിണ്ടിയില്ലമ്മ. ഫോൺ കട്ട് ചെയ്തു. ഇനി എന്താ മോളെ ഒരു വഴി? അറിയില്ല, എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ കയറി പറ്റണം. വേണം മോളെ, അവനെപ്പോലെ ഒരു കിട്ടക്കനിയെ മോള് ഒഴിവാക്കാൻ പാടിയില്ലായിരുന്നു. ശരിയാ അമ്മേ, എനിക്ക് ആ തെറ്റ് പറ്റിയത്. ആ കോൾ വന്നതിന് ശേഷം സിദ്ധാർത്ഥ് ആകെ മോശം അവസ്ഥയിലായിരുന്നു. ഗൗരിക്ക് അത് നന്നായി മനസ്സിലാവുകയും ചെയ്തിരുന്നു. സിദ്ധാർത്ഥ്, എന്തു പറ്റി? വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എന്നാൽ നമുക്ക് പോയാലോ? പോവാൻ അവൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എല്ലാം ഒറ്റ വാക്കിൽ തകർന്നടിഞ്ഞു. ഗൗരി, എനിക്കെന്തോ ഒരു വല്ലാത്തൊരു മൂഡ് ഔട്ട്. അതുകൊണ്ട് നമുക്ക് പോകാം സിദ്ധാർത്ഥ്, അവൾ ദയനീയമായി വിളിച്ചു. എന്തു പറ്റി? അവൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട് അവൾക്ക് തന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. നമുക്കിറങ്ങാം ഗൗരി, താൻ വാ. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പുറത്തേക്ക് ഇറങ്ങാനായി നടന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്നും അശോക് ഇരുവരെയും വിളിച്ചത്. അവൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. സിദ്ധാർത്ഥ്, നിങ്ങൾ പോകുവാണോ? അതെ. സിദ്ധാർത്ഥ് വർമ്മ പറഞ്ഞ വാക്കു പാലിക്കുന്നവനാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അതെൻ്റെ കാര്യത്തിൽ പാലിക്കാതെ ഇരിക്കുമോ? സിദ്ധാർത്ഥ് മനസ്സാകെ അലങ്കോലമായി കിടക്കുന്നതുകൊണ്ട് അശോക് പറയുന്നതിലെ പൊരുൾ പെട്ടെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായില്ല. പിരികമുയർത്തി സംശയത്തോടെ അവനെ നോക്കി. മറന്നതാവാൻ വഴിയില്ല. എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥ് മനഃപൂർവ്വം അഭിനയിക്കുകയാണെന്ന്. എന്തായാലും ഞാൻ ഓർമ്മിപ്പിക്കാം. അശോക് അടുത്തിരുന്ന മൈക്ക് കയ്യിലെടുത്തുകൊണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞു. ഹലോ ഓൾ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇവൻ്റെ പട്ടി ഷോ കാണണം. സിദ്ധാർത്ഥ് പല്ലുകൾ ഇറുമിക്കൊണ്ടോർത്തു. ഗൗരിയുടെ മുഖത്താവട്ടെ വല്ലാത്ത ഭയം നിഴലിച്ചു. അപ്പോഴാണ് സിദ്ധാർത്ഥും അതോർത്തത്. ഇന്ന് അശോകിന് താൻ തന്നെയാണ് പാർട്ടിയിൽ വിളിച്ചത്. അശോക് തുടർന്നു. ഈ നിൽക്കുന്ന പെൺകുട്ടി, സിദ്ധാർത്ഥ് വർമ്മയുടെ കൂടെയുള്ള ഈ പെൺകുട്ടിയെ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. അവളും എൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഒന്ന് കൈയടിച്ച് അങ്ങിങ്ങായി 1-2 കൈയടികൾ ഉയർന്നു. കാരണം സിദ്ധാർത്ഥിൻ്റെ കൂടെയുള്ള പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന അവൻ്റെ ഗതി എന്താവുമെന്നായിരുന്നു ബാക്കിയുള്ളവരുടെയെല്ലാം ആശങ്ക. അശോക് പോക്കറ്റിൽ നിന്നും ഒരു റിംഗ് ബോക്സ് എടുത്ത് അവളുടെ അരികിലേക്ക് വന്ന് മുട്ടുകുത്തി അവളോടായി പറഞ്ഞു. ഐ ലവ് യു, വിൽ യു മാരി മീ? അത് പറഞ്ഞു തീർന്നതും അശോകിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് അവനെ ആഞ്ഞു തള്ളി. ഇനി ഒരു തവണ കൂടെ എൻ്റെ പെണ്ണിൻ്റെ നേരെ നിന്റെ ഈ നശിച്ച നാവ് ഉയർന്നാൽ അരിഞ്ഞു കളയും ഞാൻ. കൂടെ നിന്നവരെല്ലാം അമ്പരപ്പോടെ അവൻ്റെ വാക്കുകൾ കേട്ടു നിന്നു. അടക്കം പറച്ചിലുകൾ കാതുകളിലായി മുഴുങ്ങി. സിദ്ധാർത്ഥ് വർമ്മയുടെ പെണ്ണാണ് ആ പെൺകുട്ടി എന്നല്ലേ പറഞ്ഞത്? എന്ത് ഭംഗിയാ! അല്ലെങ്കിലും ഇവർ തമ്മിൽ ചേരും. നിന്റെ പെണ്ണോ? അശോക് വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു. അത് ഗൗരി പറയട്ടെ. പറ ഗൗരി, ഇവൻ നിന്റെ ബോസ് അല്ലേ? നീ ഇവൻ്റെ വീട്ടിലെ അടുക്കളപ്പണിക്കാരിയല്ലേ? പറ ഗൗരി, നീ ആരെയും പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. പറ. അല്ല, ഞാൻ സിദ്ധാർത്ഥിൻ്റെ കാമുകയാണ്. നീയാണ് നുണ പറയുന്നത്. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് അവൾ നന്നായി ഭയന്നിരുന്നു. എന്തു പറയണമെന്നറിയാതെ അവൾ ഇടറിയ നേരമായിരുന്നു കഴിഞ്ഞു പോയതെല്ലാം. എല്ലാവരും കേട്ടല്ലോ. ഇനി ഈ ഷോ ഓഫിൻ്റെ കാര്യമില്ല. അശോക്, പോവാൻ നോക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. വലിയൊരു വഴക്കിന് സിദ്ധാർത്ഥിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ആ ഫോൺ കോൾ അവനെ തളർത്തിയിരുന്നു. അമ്മനെ വിളിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് എല്ലാവരെയും ഡീൽ ചെയ്യാൻ പറഞ്ഞു. സിദ്ധാർത്ഥ്, എന്താ പറ്റിയത്? ഈ പാർട്ടി പോലും ഗൗരിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ലേ? എന്നിട്ട് പാർട്ടിക്ക് വന്ന ആളുകളോട് പാർട്ടി എന്തിനാണെന്നോ ഒന്നും പറയാതെ പോകാൻ മാത്രം എന്താ സംഭവിച്ചത്? അമ്മൻ ആലോചിച്ചു. സിദ്ധാർത്ഥും ഗൗരിയും അവിടെ നിന്നും ഇറങ്ങി. ഗൗരി ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അവൾ നന്നായി ഭയന്നിട്ടുണ്ടെന്ന് കണ്ടാലേ അറിയാം. കാർ ഓടിക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ കാതുകളിൽ അനന്യയുടെ പൊട്ടിച്ചിരികളും കൊച്ചു കൊച്ചു തമാശകളും മുഴങ്ങി. അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ മിന്നിമറയുന്നത് ഒരു അമ്പരപ്പോടെയാണ് ഗൗരി നോക്കിക്കണ്ടത്. പെട്ടെന്ന് അവൻ്റെ ഓർമ്മയിൽ അവളുടെ വൃത്തികെട്ട സംസാരവും അമ്മയെപ്പറ്റിയുള്ള മോശം വാക്കുകളും ഓർമ്മയിൽ വന്നു. ഒരലർച്ചയോടെ സിദ്ധാർത്ഥ് ഉറക്കെ പറഞ്ഞു. എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ നോക്കുന്നത്? അനന്യ! അവൻ്റെ കോപത്തോടെയുള്ള അലർച്ച കണ്ടതും ഗൗരി ഭയന്നുകൊണ്ട് അവനെ വിളിച്ചു. സിദ്ധാർത്ഥ്, എന്താ പറ്റിയത്? അവളുടെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. മാറി നിൽക്ക് ഗൗരി. അവൻ്റെ സമനില മാറി തുടങ്ങിയിരുന്നു. ഡ്രൈവിങ്ങിൽ ഒരു ശ്രദ്ധയും അവനുണ്ടായിരുന്നില്ല. ഗൗരി ഭയത്തോടെ അവൻ്റെ പ്രവൃത്തിയെ നിറക്കണ്ണുകളോടെ നോക്കിക്കണ്ടു. പെട്ടെന്നാണ് കാറിനകത്തേക്ക് ഒരു വലിയ വെളിച്ചം അടിച്ചു വരുന്നത് അവൾ കണ്ടത്. അവനിൽ നിന്ന് കണ്ണുമാറ്റി റോഡിലേക്ക് നോക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോയി. സിദ്ധാർത്ഥ് റോങ് സൈഡ് കയറിയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. മുന്നിൽ ഒരു വലിയ ട്രാക്കായിരുന്നു.
അത് നേരെ അവരുടെ വാഹനത്തെ വന്ന് ഒറ്റയടിയായിരുന്നു. തക്ക സമയം എയർ ബാഗ് ഓപ്പണായി. എങ്കിലും സിദ്ധാർത്ഥൻ്റെ അശ്രദ്ധ മൂലം കാർ ലോക്കായിരുന്നില്ല. അവൻ കാറിന് വെളിയിലേക്ക് തെറിച്ചു. പലയിടങ്ങളിലും തട്ടി കാറിൽ നിന്നും ഒരുപാട് മാറി വീണു. ഗൗരിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. സിദ്ധാർത്ഥ് കാറിൽ നിന്നും തെറിച്ചു വീഴുന്നത് അവൾ കണ്ടിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, മോനെ അമൻ, എന്താ എൻ്റെ കുട്ടികൾക്ക് പറ്റിയത്? എവിടെ എൻ്റെ മോളും മോനും? കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അമൻ്റെ അരികിലേക്ക് ഓടി വന്ന പാവ സ്ത്രീ ആശ. അമൻ ആ സാധുവിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. മോനെ അമൻ, എന്താ എൻ്റെ കുട്ടികൾക്ക് പറ്റിയത്? ആ ചോദ്യവും ചോദിച്ച് നിലത്തേക്ക് തളർന്നു വീണ ആശ. വർമ്മ മക്കളെപ്പറ്റിയും അവർ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഭാര്യയെപ്പറ്റിയും ഓർത്ത് വല്ലാതെ വിഷമിച്ചു. ഏതാനും നേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഗൗരിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സിദ്ധാർത്ഥിൻ്റെ കാര്യം കുറച്ച് സീരിയസ് ആണ്. അത് കേട്ടതും ആശ കുഴഞ്ഞു വീണു. തൻ്റെ ഓമന മകനാണ്. അധികം വൈകാതെ ഗൗരിയെ റൂമിലേക്ക് മാറ്റി. അവളുടെ ഓരോരം തകർന്നു കിടക്കുകയാണ് ആശ. വന്നിട്ട് നേരം ഒരുപാടായി. ഇതുവരെ ആശ ഒരു ഇറുക്ക് വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കിയില്ല. ഗൗരിക്ക് ചെറിയ പരിക്കുകളുണ്ട്. ശരീരവും മനസ്സും വല്ലാത്ത ഭയത്തിലാണ് സിദ്ധാർത്ഥിനെ ഓർത്ത്. എന്നത്തെയും പോലെ ആയിരുന്നില്ല കാർ പൊതുവെ സേഫ്റ്റി നോക്കിയാണ് ഉപയോഗിക്കാറ്. ഇത്തവണ അതിനൊന്നും അവന് താല്പര്യമുണ്ടായിരുന്നില്ല. ഡ്രൈവറിനോട് മനഃപൂർവ്വം വരണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. വീണ്ടും മണിക്കൂറുകൾ പോയി. സിദ്ധാർത്ഥിൻ്റെ വിവരം ഇതുവരെയില്ല. മോളുടെ തലയിൽ തലോടിക്കൊണ്ട് അമ്മ ആശ നിറകണ്ണുകളുടെ മകനെ ഓർത്തിരിക്കുകയാണ്. ഗൗരിയുടെ ശരീരം മുഴുവൻ അവൾക്ക് വല്ലാത്ത വേദനയായിരുന്നു. ഇടയ്ക്ക് വർമ്മ ആശയ്ക്കും ഗൗരിക്കും ചായയുമായി വന്നിരുന്നു. ഇരുവരും അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. വിശപ്പും ദാഹവും ഇല്ലാഞ്ഞിട്ടല്ലേ സിദ്ധാർത്ഥിനെ ഓർത്ത് അതെല്ലാം ചത്തിരുന്നു. ഒരൊറ്റ വെള്ളം പോലും ഇരുവർക്കും കുടിക്കാൻ തോന്നുന്നില്ല. നീണ്ട 2 ദിവസത്തെ കാത്തിരിപ്പ്. സിദ്ധാർത്ഥിന് ബോധം തെളിഞ്ഞു. ഡോക്ടർ പറഞ്ഞതു മുതൽ എല്ലാവരും സിദ്ധാർത്ഥിനെ കാണാനുള്ള ആഗ്രഹത്തിൽ പുറത്തു തന്നെ നിൽക്കുകയാണ്. ഗൗരി അവൾക്ക് വയ്യെങ്കിൽ പോലും സിദ്ധാർത്ഥിനെ കാണാനുള്ള തിടുക്കത്തോടെ ഐസിയുവിന് മുന്നിൽ കാത്തുനിന്നു. വർമ്മ അവളോട് പറഞ്ഞു, മോള് പോയി കിടന്നോ, ഇങ്ങനെ നിൽക്കണ്ട. അകത്തേക്ക് ആരെങ്കിലും കയറ്റുമ്പോൾ അച്ഛൻ വന്ന് വിളിച്ചോളാം മോളെ. നിറകണ്ണുകളോടെ ഒരു നെഞ്ചിടിപ്പോടെ അവൾ അച്ഛനോട് പറഞ്ഞു. ഇല്ലച്ചാ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എനിക്ക് കാണണം എൻ്റെ സിദ്ധാർത്ഥിനെ. ആശയും മകനെ ഒരു നോക്ക് കാണാനുള്ള തിടുക്കത്തിൽ തന്നെയായിരുന്നു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് മുന്നിലേക്ക് ഡോക്ടർ വന്നു. സിദ്ധാർത്ഥിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ആരെയും കാണണമെന്ന് വല്ലാതെ വാശി പിടിക്കുന്നുണ്ട്. എന്നെയാണോ ഡോക്ടർ? ആശ തിരക്കി. അല്ലല്ല, അമ്മയല്ല. വ്യക്തമായി ഒന്നും പറയുന്നില്ല. അവളെ കാണണം, അവളോട് വരാൻ പറയും എന്നാണ് പറയുന്നത്. വർമ്മ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, നിന്നെയായിരിക്കും. എൻ്റെ കുട്ടി അകത്തേക്ക് ചെല്ല്. അവൾ ആശയെ നോക്കി. അമ്മയും വാ. നിറകണ്ണുകളോടെ ആശ മകളെയും ചേർത്ത് പിടിച്ച് ഐസിയുയിലേക്ക് ഉള്ളിലേക്ക് നടന്നു. അവർ അകത്തേക്ക് കയറിയപ്പോൾ സിദ്ധാർത്ഥ് ചെറിയ മയക്കത്തിലായിരുന്നു. അവൻ്റെ കൈകളെ ആശ വാത്സല്യത്തോടെ തലോടി. കരസ്പർശമേറ്റതും കണ്ണുകൾ തുറന്നു. അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൻ വിളിച്ചു, അമ്മ. ആ വിളി ആശയിൽ ഒരുപാട് വേദനയുണ്ടാക്കി. ഒരു കുഞ്ഞിനായി ഒരു അമ്മ കാത്തിരുന്ന് വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുണ്ടായി അമ്മ എന്ന് വിളിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. മോനെ. അവൻ്റെ കവൾ തടലങ്ങളിൽ തലോടിക്കൊണ്ട് അമ്മ വിളിച്ചു. അമ്മ, അവൾ എവിടെ അമ്മ? മോളെ, ഇങ്ങ് വാ. അവൻ്റെ കിടപ്പ് കൊണ്ട് സഹിക്കാനാവാതെ ഗൗരിയും ഒരു ഭാഗത്തേക്ക് മാറി നിന്നിരുന്നു. അവളെ കണ്ടതും അവൻ സംശയത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. സിദ്ധാർത്ഥ്. അവൾ അവൻ്റെ കൈകൾ ചേർത്ത് നിറകണ്ണുകളോടെ വിളിച്ചു. ഇതാരാ? ആശയെ നോക്കിക്കൊണ്ട് സംശയത്തോടെ സിദ്ധാർത്ഥ് ചോദിച്ചു. ഒന്നും മനസ്സിലാവാതെ അമ്മയും ഗൗരിയും പരസ്പരം മുഖാമുഖം നോക്കി. ഗൗരി, അമ്മ അവനോട് പറഞ്ഞു. അമ്മ, എനിക്ക് കാണേണ്ടത് എൻ്റെ പെണ്ണിനെയാണ്. അവൾ എവിടെ? പെട്ടെന്ന് ഗൗരിയുടെ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് മറ്റൊരു കൈ അവൻ്റെ കൈകളോട് ചേർത്ത് പിടിച്ചു. ഞാൻ ഇവിടെ തന്നെയുണ്ട് സിദ്ധാർത്ഥ്. ഒരു ഞെട്ടലോടെ അമ്മയും ഗൗരിയും ആ കൈകളുടെ ഉടമയെ നോക്കി. സിദ്ധാർത്ഥിൻ്റെ മുഖം പുഞ്ചിരി കൊണ്ട് പ്രസന്നമായി.